ആദ്യം ബാറ്റ് കൊണ്ട്, പിന്നീട് നാവ് കൊണ്ട്. സ്ട്രൈക്ക് റേറ്റിനെ ചൊല്ലിയുള്ള വിമർശനങ്ങളെ ഒരൊറ്റ മത്സരം കൊണ്ട് വിരാട് കോഹ്ലി അടിച്ചു പറത്തി. ഗുജറാത്ത് ടൈറ്റൻസിനെതിരെ 44 പന്തിൽ 70 റൺസ് നേടിയ ഇന്നിംഗ്സിൽ എല്ലാത്തിനുമുള്ള മറുപടി ഉണ്ടായിരുന്നു. പവർ പ്ലേക്ക് ശേഷവും നന്നായി ബാറ്റ് ചെയ്ത കോഹ്ലി സ്പിന്നർമാർക്കെതിരെ പതർന്നുവെന്ന വിമർശനത്തെയും അതിജീവിച്ചു. മത്സരശേഷം തൻ്റെ വിമർശകരോട് മറുപടി പറയാനും കോഹ്ലി മറന്നില്ല. എൻ്റെ സ്ട്രൈക്ക് റേറ്റ് കുറവാണെന്നും സ്പിന്നിനെതിരെ നന്നായി കളിക്കുന്നില്ലെന്നും പറയുന്നവർക്ക് അതിൽ ആനന്ദമുണ്ടാകാം. എന്നെ സംബന്ധിച്ച് ടീമിനെ കളി ജയിപ്പിക്കുന്നതാണ് പ്രധാനം. പോയ 15 കൊല്ലമായി ചെയ്തുകൊണ്ടിരിക്കുന്നത് അതാണ്. ആളുകൾക്ക് കളിയെക്കുറിച്ച് അവർക്ക് തോന്നുന്നത് പറയാമെന്നും കമൻ്ററി ബോക്സിലിരിക്കുന്നവർക്ക് ഗ്രൗണ്ടിലെ സാഹചര്യം അറിയണമെന്നില്ലെന്നും കോഹ്ലി പറഞ്ഞു. സൺറൈസേഴ്സ് ഹൈദരാബാദിനെതിരെ 43 പന്തിൽ 51 റൺസ് നേടിയ കോഹ്ലിക്കെതിരെ വലിയ വിമർശനമുയർന്നിരുന്നു. സുനിൽ ഗവാസ്കർ ആയിരുന്നു വിമർശനമുയർത്തിയവരിൽ പ്രധാനി. മിഡിൽ ഓവറുകളിൽ കോഹ്ലിക്ക് ടച്ച് നഷ്ടമായെന്നും ടീം പ്രതീക്ഷിക്കുന്നത് അതല്ലെന്നും ഗവാസ്കർ തുറന്നടിച്ചിരുന്നു. പവർ പ്ലേക്ക് ശേഷം ഇന്നിംഗ്സ് സ്ലോ ഡൗൺ ചെയ്യുന്നത് 2020 അനുയോജ്യമല്ലെന്ന വാദവുമായി കമന്റേറ്റർ ഹർഷ ബോഗ്ലെയും രംഗത്തെത്തിയിരുന്നു. സീസണിൽ 500 റൺസും പിന്നിട്ട് കുതിക്കുന്ന കോഹ്ലി ഓറഞ്ച് ക്യാപ്പിനായാണ് കളിക്കുന്നതെന്ന തരത്തിൽ സോഷ്യൽ മീഡിയയിലും വിമർശനങ്ങൾ ഉയർന്നിരുന്നു. 10 മത്സരങ്ങളിൽ നിന്നും 147.49 സ്ട്രൈക്ക് റേറ്റിൽ 500 റൺസാണ് സീസണിൽ ഇതുവരെ കോഹ്ലി അടിച്ചുകൂട്ടിയത്. 2008 മുതലുള്ള കോഹ്ലിയുടെ IPL കരിയർ നോക്കിയാൽ സ്ട്രൈക്ക് റേറ്റിൻ്റെ കാര്യത്തിൽ 2024 ഒരു മോശം വർഷമേയല്ല. ഇതിലും മികച്ച സ്ട്രൈക്ക് റേറ്റിൽ കോഹ്ലി ബാറ്റ് ചെയ്തത് 2016 മാത്രമാണ്. കോഹ്ലിയുടെ പ്രൈം ടൈം പിന്നിട്ട 2019 ശേഷം IPL സ്ട്രൈക്ക് റേറ്റ് നന്നായി കുറഞ്ഞിരുന്നു. 2020 121ഉം 2021 119ഉം 2022 115 മാത്രമായിരുന്നു സ്ട്രൈക്ക് റേറ്റ്. 2023 139 ഉയർത്തിയ സ്ട്രൈക്ക് റേറ്റ് 2024 147 ഉയരുകയാണ് ഉണ്ടായത്. പക്ഷേ പൊതുവെ കോഹ്ലി മെല്ലെ കളിക്കുന്നുവെന്ന തോന്നൽ ഉണ്ടായിട്ടുണ്ട്. ബാറ്റർമാർ സംഹാര താണ്ഡവമാടുന്ന IPL സീസണിൽ കോഹ്ലിയെ പോലൊരു ക്ലാസ് ബാറ്റ്സ്മാൻ്റെ ശൈലി അതിന് ഒരു പ്രധാന കാരണമാണ്. പക്ഷേ പവർ പ്ലേക്ക് ശേഷമുള്ള മെല്ലെപ്പോക്ക് ഒരു യാഥാർത്ഥ്യമാണെന്ന് കണക്കുകളിൽ തന്നെ കാണാം. പ്രത്യേകിച്ചും സ്പിന്നർമാർക്ക് മുന്നിലാണ് കോഹ്ലി വല്ലാതെ പരുങ്ങുന്നത്. ചില സമയങ്ങളിൽ കോഹ്ലിയുടെ ടച്ചില്ലായ്മയാണെങ്കിൽ പല സമയങ്ങളിലും മറ്റു ബാറ്റ്സ്മാൻമാർ വിക്കറ്റ് വലിച്ചെറിയുന്നതും പ്രഷർ വർദ്ധിക്കുന്നതും സ്ട്രൈക്ക് റേറ്റ് ഇടിയുന്നതിന് കാരണമാകുന്നു. കോഹ്ലിയുടെ മെല്ലെപ്പോക്ക് ചൂണ്ടിക്കാട്ടി 2020 ലോകകപ്പിൽ നിന്നും മാറ്റി നിർത്തണമെന്ന് സമൂഹ മാധ്യമങ്ങളിൽ വിമർശനമുയർന്നിരുന്നു. എന്നാൽ 2020 ലോകകപ്പ് പോലുള്ള ലോകവേദിയിൽ കോഹ്ലി ഇല്ലാതെ പോകാനുള്ള ചങ്കുറപ്പൊന്നും ഇന്ത്യക്ക് നിലവിലില്ല എന്നതാണ് യാഥാർത്ഥ്യം. 2020 ലോകകപ്പിലെ എക്കാലത്തെയും മികച്ച റൺവേട്ടക്കാരനായ കോഹ്ലി ആരെയും അമ്പരപ്പിക്കുന്ന 81 ആവറേജിൽ 1141 റൺസ് അവിടെ അടിച്ചുകൂട്ടിയിട്ടുണ്ട്. ടീം ആകെ തകരുമ്പോൾ ഏതാണ്ട് ഒറ്റയ്ക്ക് ടീമിനെ ചുമലിലേറ്റുന്ന 2020 ലോകകപ്പിലെ കോഹ്ലിയെ ലോകം പലകുറി കണ്ടിട്ടുണ്ട്.